ഏവർക്കും സിനിമാ വാർത്തകളിലേക്ക് സ്വാഗതം. ജൂഡാനായിട്ട് സംവിധാനം ചെയ്ത് വിസ്മയ മോഹൻലാൽ നായികയായി എത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ തുടക്കം. അതെ, സിനിമയുടെ 5ാം ദിനമായ ആദ്യത്തെ ചൊവ്വാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ ഇന്നത്തെ പെർഫോമൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ന് സിനിമയ്ക്ക് മികച്ചൊരു മികച്ചൊരു ചൊവ്വാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെ, ഇന്ന് സിനിമയ്ക്ക് ഗംഭീര കളക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗംഭീര ബുക്കിംഗ് ആയാലും ഗംഭീര കളക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. പ്രീസെയിൽ ആയാലും ബുക്കിംഗ് ആയാലും നമുക്ക് നല്ലൊരു സ്റ്റാറ്റിക്സ് കാണാൻ സാധിക്കുന്നത്. ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുമ്പോൾ മണിക്കൂറിൽ ഏകദേശം 3000 രൂപ ടിക്കറ്റാണ് സിനിമയ്ക്ക് വിറ്റ് പോകുന്നത്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, നമ്മളത് ഓർക്കേണ്ടതാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. ഇന്നലെ പോലെ സിനിമയ്ക്ക് 3000 രൂപ ടിക്കറ്റ് പോയി ഞാനിപ്പോൾ വീടിടുന്ന ടൈമിൽ ഉച്ചയ്ക്ക് ഒരു 12 ടൈമിൽ 3000 രൂപ ടിക്കറ്റാണ് വിറ്റ് പോകുന്നത്. വൈകാതെ തന്നെ സിനിമ 5000-6000 റേഞ്ചിൽ ടിക്കറ്റ് വിൽപ്പന എന്തായാലും ഒരു വൈകുന്നേരം ആ ടൈമിൽ എന്തായാലും എത്തുന്നതായിരിക്കും. എന്തായാലും സിനിമയ്ക്ക് ഇന്ന് പ്രീസെയിൽ ഇതുവരെ വന്നിരിക്കുന്നത് നോക്കുന്ന സമയത്ത് 50 ലക്ഷം രൂപയ്ക്കടുത്താണ് പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുന്നത്. എന്തായാലും സിനിമ ഇന്ന് കേരളത്തിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കളക്ഷൻ എന്ന് പറയുന്നത് 1.5 കോടി രൂപയോളമാണ്. അതെ, 1.5 കോടി രൂപ സിനിമ ഇന്ന് കേരളത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. സിനിമയുടെ ഇന്നലെ വരെയുള്ള 4 ദിവസത്തെ കളക്ഷൻ നോക്കുന്ന സമയത്ത് ഇന്നലെ സിനിമയ്ക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1.5 കോടിക്കടുത്താണ് സിനിമയുടെ കേരള കളക്ഷനെ വന്നിരിക്കുന്നത്. അങ്ങനെ സിനിമയുടെ ആകെ ടോട്ടൽ കേരള കളക്ഷൻ 4 ദിവസം കൊണ്ട് 11 കോടി 12 കോടി റേഞ്ചിലെത്തിയിട്ട് അത് 12 കോടി റേഞ്ചിൽ സിനിമയുടെ ആകെ 4 ദിവസത്തെ കേരള കളക്ഷനെ വന്നിരിക്കുന്നത്. സിനിമയുടെ ഇന്നലത്തെ 4ാം ദിനത്തെ വേൾഡ് വൈഡ് കളക്ഷനോട് കൂടി സിനിമയുടെ ആകെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായി വന്നിരിക്കുന്നത് 27 കോടിക്കടുത്താണ്. 27-28 കോടിയോളം രൂപയാണ് സിനിമയുടെ ആകെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായി നമ്മൾ ഇന്നലെ 4 ദിവസം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് അത് 28 കോടി റേഞ്ചിൽ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും സിനിമ ഇന്ന് 5ാം ദിനമായ ചൊവ്വാഴ്ചയിലേക്ക് എത്തുമ്പോൾ ഇന്നും സിനിമയ്ക്ക് കേരളത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കളക്ഷൻ 1.5 കോടിക്കടുത്താണ്. 1.5 കോടിയുള്ള സിനിമ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന നമ്മൾ ഏകദേശം കൺഫേം ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ സിനിമയ്ക്ക് ഇന്നത്തോടു കൂടി സിനിമയുടെ കേരള കളക്ഷൻ 13 കോടി 50 ലക്ഷം റേഞ്ചിൽ സിനിമയുടെ കേരള കളക്ഷൻ എന്തായാലും വെറും 5 ദിവസം കൊണ്ട് സിനിമ കളക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സിനിമയുടെ 5 ദിവസത്തെ ആകെ ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷൻ കൂടി സിനിമയുടെ ആകെ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 32-33 കോടി റേഞ്ചിൽ അടുത്താണ്. അത് 33 കോടിയോളം രൂപയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വെറും 5 ദിവസം കൊണ്ട് സിനിമ 33 കോടി രൂപ റേഞ്ചിലുള്ള സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്താൻ പോവുകയാണ്. അപ്പോൾ വിസ്മയ മോഹൻലാൽ ഒരു പുതുമുഖ നടിയാണ്, നമുക്കറിയാം. ഈ പുതുമുഖ നായികയെ വെച്ച് എന്താ പറയുക, ലാലേട്ടൻ്റെ ചെറിയ ഗസ്റ്റ് റോളും പിന്നെ ജൂഡാനായിട്ട് സംവിധാനം കൂടി വന്നപ്പോൾ തീർച്ചയായും സിനിമ ഗംഭീര അഭിപ്രായങ്ങളോട് കൂടിയിട്ട് സിനിമ വെറും 5 ദിവസം കൊണ്ട് 33 കോടി രൂപ കളക്ഷൻ എഴുതിയിരിക്കുകയാണ്. ഇതൊരു ഗംഭീര തുടക്കമാണ്, ഗംഭീര കളക്ഷൻ തന്നെയാണ്. എന്തായാലും ഒരു ദിന സിനിമയുടെ കളക്ഷൻ നമുക്ക് ഏതെങ്കിലും കണ്ടറിവ് ചെയ്യാം. എന്തായാലും സിനിമ ഇതുവരെ കളക്ഷൻ എഴുതിയത് ഗംഭീര കളക്ഷനോട് കൂടിയാണ്. എന്തായാലും സിനിമയുടെ ഒരു ദിന കളക്ഷൻ നമുക്ക് കണ്ടറിവ് ചെയ്യാം. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും വരും ദിനങ്ങൾ സിനിമക്ക് നിർണായകമാണ്. സിനിമ എന്ന് 50 കോടി ക്ലബ്ബിലെത്തും നമുക്ക് തീർച്ചയായും കണ്ടറിയാം. വരുന്ന ഞായറാഴ്ചയോട് കൂടി 50 കോടി ക്ലബ്ബിലെത്തും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ടേഷൻ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ വീഡിയോ വാർത്തകൾ അറിയാൻ വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ വീഡിയോയിലേക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.